അപ്പൊ പലതരം പായസങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പാലട, സേമിയോ, ചക്ക പായസം, ചക്ക സീസൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ചക്ക പായസം, പിന്നെ പപ്പായം കൊണ്ട് പായസം, നേന്ത്രപ്പഴം കൊണ്ടുള്ള പായസം, അങ്ങനെ പലതരത്തിലുള്ള പായസങ്ങൾ നമ്മൾ കഴിച്ചിട്ടുമുണ്ട്, നമുക്ക് അറിയുന്നതുമാണ്. അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടാലോ? പോവാം. അപ്പൊ ഞാൻ ഇന്നിവിടെ മാക്രോണി വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. പാലടയും സേമിയും ഒന്നുമല്ല, മാക്രോണി പാസ്ത എന്നൊക്കെ പറയും, പല പേരിൽ അത് അറിയപ്പെടുന്നുണ്ട്. അത് വെച്ചിട്ടുള്ള ഒരു പായസമാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് അതിന് വേണ്ടുള്ളൂ. മാക്രോണി വേണം, പിന്നെ പാല്, പഞ്ചസാര, കുറച്ച് നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് മാക്രോണി പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇതാണ് മാക്രോണി. ഇതൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇത് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാനിൽ അടുപ്പത്ത് വെച്ചിട്ട് പാല് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് മാക്രോണി ചേർക്കുക. മാക്രോണി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രൂ ഔട്ടായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കാരണം അത് കൊഴുപ്പുള്ളൊരു സാധനമാണ് ഈ മാക്രോണി പാസ്ത എന്ന് പറഞ്ഞത്. അപ്പോൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇനി അത് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് പഞ്ചസാര ചേർക്കണം, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അത്രയേ ഉള്ളൂ. പായസം റെഡി.